മലയാളികളുടെ ഉത്സവമായ ഓണം പൂക്കളുടെയും രുചി വൈവിധ്യങ്ങളുടെയും ഒത്തുചേരലിന്റെയും ആഘോഷം കൂടിയാണ്. ഗൃഹാതുരത്വത്തെ ഉണർത്തുന്ന എത്ര ഓർമ്മകളാണ് ഓണം എത്തുന്നതോടെ മനസ്സിലേക്ക് വരുന്നത്. ഓണക്കഥകളും ഓണക്കോടിയും സദ്യയും ഓണത്തപ്പനും പൂക്കളവും ഓണക്കളികളും മലയാളം ഉള്ളിടത്തെല്ലാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവില്ല. ഓണക്കഥകൾ ഇക്കൂട്ടത്തിൽ പ്രധാനമാണ്. ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും മഹാബലിയുടെയും വാമനന്റേതുമാണ് നമുക്ക് ഏറെ പരിചിതം. എന്നാൽ ഓണത്തിന് ഒരു തമിഴ് വേരുണ്ട് എന്ന് ആർക്കൊക്കെ അറിയാം? അസുര രാജാവായ മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം ജനങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. മഹാബലിയുടെ പ്രശസ്തി അങ്ങ് ദേവലോകത്തും എത്തി. സർവം ജയിച്ചു നിൽക്കുന്ന മഹാബലിയുടെ ഗർവ് മാറ്റാനായി മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതരിച്ചു. തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ചോദിച്ചെത്തിയ വാമനന് മഹാബലി ഇടം നൽകാമെന്ന് വാക്കും കൊടുത്തു. എന്നാൽ ഉടനടി വാമനൻ ആകാശത്തോളം വളർന്നു. ആദ്യത്തെ അടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ അടി കൊണ്ട് ആകാശവും അളന്നു. 3-ാമത്തെ അടി എവിടെ വെക്കണമെന്ന് ചോദിച്ച വാമനന് മുന്നിൽ മഹാബലി ശിരസ് കുനിച്ചു. മഹാബലിയുടെ ശിരസിൽ ചവിട്ടിയ വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. തന്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ തനിക്ക് അവസരം നൽകണമെന്ന് മഹാബലി അപേക്ഷിച്ചു. അങ്ങനെ പ്രജകളെ കാണാൻ മഹാബലി എത്തുന്ന ദിനമാണ് തിരുവോണം. വളരെ കാലം മുമ്പ് കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും ഓണം ആഘോഷിച്ചിരുന്നതായി സംഘകാല കൃതിയിൽ പറയുന്നു. മധുരൈ കാഞ്ചി എന്ന കൃതിയിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ളത്. തിരുനാൾ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നതെന്ന് മധുരൈ കാഞ്ചിയിലുണ്ട്. പിന്നീട് അത് കൃഷിയെയും വ്യാപാരത്തെയും ആശ്രയിച്ചായി. കർക്കിടകം പെയ്തൊഴിഞ്ഞ് മാനം തെളിയുമ്പോൾ വ്യാപാരത്തിനായി വിദേശ കപ്പലുകൾ ധാരാളമായി കേരളത്തിലേക്ക് എത്തിയിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾക്കായി വരുന്ന കപ്പലുകൾ സ്വർണം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ചിങ്ങമാസം പൊന്നിൻ ചിങ്ങമായി, ഓണം പൊന്നോണവുമായി. ഓണം ഒത്തുചേരലിന്റെ കൂടി ഉത്സവമാണെന്ന് പറഞ്ഞുവല്ലോ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായി ചേർന്ന് ഓണമധുരം പങ്കിടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. എല്ലാവരും ചേർന്ന് അത്തപ്പൂ വിടുന്നതും സദ്യ ഒരുക്കുന്നതിന്റെയും ഓണക്കളികളിൽ ഏർപ്പെടുന്നതിന്റെയും ഒക്കെ മനോഹരമായ ഓർമ്മകൾ പലർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. ഇന്ന് പക്ഷേ പലരും ജോലി തിരക്കും അവധിയില്ലാത്തതും ഒക്കെ കാരണം ഓണത്തിന് നാട്ടിലെത്താനോ പ്രിയപ്പെട്ടവർക്കൊപ്പം ഓണം ആഘോഷിക്കാനോ സാധിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് വിർച്വൽ ഓണമാണ് ശരണം. വീഡിയോ കോളിലൂടെ പ്രിയപ്പെട്ടവരെ കാണാനും സോഷ്യൽ മീഡിയയിലൂടെ ആശംസകൾ അറിയിക്കാനും അവസരമുണ്ട്. പ്രിയപ്പെട്ടവർ അടുത്തോ അകലത്തിലോ ആകട്ടെ, ആശംസകൾ അറിയിക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്.